ഓക്കെ, ഫിക്സ് ചെയ്ത് കൊളാഷ് ചെയ്തിട്ട് എല്ലാരും കൂടിയിട്ടുള്ള ഫോട്ടോസ് കൊളാഷ് ചെയ്തിട്ടുള്ളൊരു ഫോട്ടോ ഫ്രെയിം. അതാണ് ഫോട്ടോ ഫ്രെയിം ആണ് സംഭവം. പക്ഷെ അവള് പറഞ്ഞിരിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനി കുറച്ച് പാടുപെടും ഇത് ഓപ്പൺ ആക്കാൻ. അതിനെ ബാക്ക് സൈഡ് അവിടെ നോക്കുന്നത് അങ്ങനെ പൊക്കും. ഓക്കെ, ഇത് സംഭവം ഇച്ചിരി വെയിറ്റ് ഉണ്ട്, അവളെ കൊണ്ട് താങ്ങൂല. അതുകൊണ്ട് ഞാൻ വലിച്ചു പൊക്കി കൊടുക്കാം. നോക്ക് മാമിനോട്. എന്നിട്ട് അവളുടെ ഫേസിൽ എടുത്ത് ഇങ്ങനെ പിടിക്കും. ഇങ്ങനെ പിടിച്ച് 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 പിടിച്ചു നോക്കി. അറിയില്ലല്ലോ, എന്താ അറിയില്ലല്ലോ. ഇങ്ങനെ എടുക്കും കേട്ടോ. അതായത് ആ സൈഡ് മനസ്സിലായില്ലേ? ആ സൈഡ് ഫോട്ടോ അങ്ങോട്ട് വെക്കും. കണ്ണടച്ചോട്ടോ, നോക്കരുത്. ആ നിക്ക് നിക്ക് അത് കൊടുക്ക. ഇത് പ്രതീക്ഷിച്ചില്ല. അതൊക്കെ എല്ലാരും കൊടുക്കണമല്ലോ. അപ്പൊ ഇതാണ് ഇക്കൊല്ലത്തെ ജ്യോതിയുടെ ബർത്ത്ഡേ ഗിഫ്റ്റ്. ഏറ്റവും വലിയ ബർത്ത്ഡേ ഗിഫ്റ്റ് ഇതാണ് കേട്ടോ. ഇനി ഒരു ഗിഫ്റ്റ് കൂടി ഉണ്ടത്, പക്ഷെ നാളെ കിട്ടുള്ളൂ. അതുകൊണ്ട് ഇന്ന് ഇത് തൃപ്തിപ്പെടുക. പക്ഷെ അതെന്റെ അല്ല. അത് എന്താ പറയാ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളിൽ നിന്ന് വരുന്ന ഒരു സാധനം. നാളെ കിട്ടുള്ളൂ. നോക്കിയേ അതിപ്പോ പോയില്ലേ ജ്യോതിയുടെ സ്വപ്നം ഇടയ്ക്ക് കഥകളിയിൽ ഇറങ്ങി നിൽക്കണം എന്നുള്ളത് എനിക്കറിയാം. നമുക്ക് ഇഷ്ടമാകുന്നത് ഇങ്ങനത്തെ ഞാൻ ആക്ച്വലി ഉദ്ദേശിച്ചതല്ല. ഞാൻ ഇക്കൊല്ലത്തെ ബർത്ത്ഡേക്ക് വേറൊരു സംഭവമാണ് പ്ലാൻ ഇട്ടത്. അമ്മയ്ക്ക് അറിയാം, അമ്മയ്ക്ക് പറഞ്ഞു. പക്ഷെ അത് ഞാൻ ഇവിടെ ഇപ്പൊ പറയില്ല, കാരണം അതെനിക്ക് പിന്നീട് കൊടുക്കേണ്ട ഒരു ഗിഫ്റ്റാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പൊ പറയുന്നില്ല. അത് ഇനി ചിലപ്പോൾ അടുത്തോളത്തെ ബർത്ത്ഡേ ആവും, ചിലപ്പോൾ അരങ്ങേറ്റായിരിക്കും. പിന്നെ ഈ വേഷത്തിലും ഒക്കെ കാണാൻ ജ്യോതിക കഥകൾ പഠിക്കുന്ന ഒരാളാണ് കേട്ടോ. നമുക്ക് ചുമ്മാ അങ്ങനെ ചെയ്ത് കൊടുത്തതല്ല. ഞാൻ ഇതിന്റെ പിന്നിലെ സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷീസ് എ ഡാൻസർ ആൻഡ് ഓൾസോ അവള് ഒരു കഥകളി പഠിക്കുന്ന സ്റ്റുഡന്റും കൂടിയാണ്. അപ്പൊ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഈ ഒരു വേഷത്തില് ഞങ്ങളുടെ മുന്നിൽ വരണം എന്നുള്ളത്. അതിനുവേണ്ടി അവള് ഹാർഡ് വർക്ക് ചെയ്യട്ടെ. ഈ വേഷത്തിൽ നിന്നെ നടക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്താ നിൽക്കണം, അതിന് വേണ്ടി ട്രൈ ചെയ്യണം. ഓക്കെ.